വരുമെന്ന് എനിക്കറിയായിരുന്നു. അത് മരുന്നിടാൻ വേണ്ടിട്ട്. എന്റെ അസുഖത്തിനുള്ള മരുന്ന് നീ തന്നെയാ. നീ എന്റെ അടുത്തിരുന്നാ മതി, എന്റെ അസുഖം മാറിക്കോളും. ഞാൻ പോട്ടെ. ഞാൻ വിടില്ല. എന്റെ അസുഖത്തിന്റെ കാരണം എന്താണെന്നറിയോ? എന്നെ കുറിച്ചുള്ള ചിന്തയാ. നമ്മൾ ഒന്നിച്ച് ജീവിക്കേണ്ട ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത. എന്നോട് അങ്ങനെയൊന്നും പറയരുത്. പിന്നെ ഞാൻ ആരോടാ പറയാ? അനിയത്തിയുടെ ഭർത്താവായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂവെങ്കിൽ ഇപ്പൊ ഈ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ അടുത്ത് വന്നെന്തിനാ? മരുന്ന് കള്ളം. എന്റെ മനസ്സ് നിന്നോട് പറഞ്ഞു, അതാണ് നീ വന്നത്. രാധിക, നമുക്കിനി പിരിഞ്ഞിരിക്കാൻ പറ്റുമോ? പറയേ. ശരി, കുറച്ചു നേരം എന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കേ. എന്റെ ഒരു ആശ്വാസത്തിന്. മരുന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. പക്ഷെ മുത്തശ്ശിയുടെ മരുന്ന് പുരട്ടുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ആരും വരില്ല. നമുക്ക് നേരം വെളുക്കുന്നവരെ സംസാരിച്ചിരുന്നല്ലോ. പറയാതെ ഞാൻ പോവും. ഞാൻ വിട്ടില്ലെങ്കിലോ? തള്ളി മറിച്ചിട്ട് ഞാൻ പോവും. എന്നാ പോ. അരുൺ, പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അറിയാലോ, എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കാം. ഞാനങ്ങനെ പോണെന്നുണ്ടോ? പ്ലീസ്, ഞാൻ പറയുന്ന കേൾക്ക്. അടങ്ങി ഒതുങ്ങി കിടക്ക്. പനി മാറിക്കോളും. നമുക്കോ എന്റെയാണ്, എന്റെ മാത്രം. ഞാനോ രാവോ ഇരുളു നീന്തി വന്നു,
കാത്തു നിന്നു. ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ. കണ്ണനേ കരിമുകിലംബരനേ മധുരാമൃത മുരളീരവ മഴയുടെ അണയൂ. കണ്ണനേ കരിമുകിലംബരനേ മധുരാമൃത മുരളീധര നീരാംബുജനയനനേ. ഈശ്വര, ഞാനൊരു വല്ലാത്ത പ്രതിസന്ധിയില്ല. എനിക്ക് നേർവഴി കാണിച്ചു തരണേ. എനിക്ക് ചുറ്റുമുള്ള ഒരാളെ പോലും വേദനിക്കാൻ ഇടവരരുതേ. വരുന്ന ആപത്തൊന്നും വരാതെ നോക്കിക്കൊള്ളണേ. ഫിദമ്മയുടെ ആകെ ടെൻഷനിലാണല്ലോ. ആരാ ഇപ്പൊ പോയത്? അത് ഫിദ മാഡത്തിനെ ദ്രോഹിക്കാൻ നടക്കുന്ന ഒരു സ്ത്രീയാ. ഫിദ മാഡത്തിന് ശത്രുക്കളോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നല്ലവർക്ക് ശത്രുക്കളുണ്ടാവും. അതാ ഫിദ മാഡത്തിന് ശത്രുക്കളുള്ളത്. ഞാൻ അവരെ കണ്ടു. ഇതിനു മുൻപ് എവിടെയോ കണ്ടതുപോലെ തോന്നുകയും ചെയ്തു. അത് മോൾക്ക് തോന്നുന്നതായിരിക്കും. സോണിയ, മാഡം, എന്ത് പറ്റി മാഡം? എന്താ പെട്ടെന്നെങ്കിൽ പോകുന്നത്? ഇത് കൂടി ചേർത്ത് 361 അന്നദാനോ? ഏത് നാട്ടിൽ, ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ? എന്നിട്ടും എന്താ സോണിയ ദൈവം എന്റെ മോളെ എനിക്ക് കാണിച്ചു തരാത്തത്? ഇന്ന് എന്റെ മോള് ജനിച്ച ദിവസവും
കൊതി തീരെ കാണുന്നതിന് മുൻപ് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മോളുടെ പിറന്നാള്. എന്റെ മനസ്സ് പറയുന്നുണ്ട് അവള് ഈ പരിസരത്ത് എവിടെയുണ്ടെന്ന്. എന്നിട്ടും എനിക്ക് അവളുടെ മുമ്പിലേക്ക് എത്താൻ പറ്റുന്നില്ലല്ലോ. ചോദിക്കുന്നത് കൊണ്ട് വിഷമമൊന്നും തോന്നരുത്. ആ കുഞ്ഞിനെ കണ്ട മേഡം എങ്ങനെ തിരിച്ചറിയും? എങ്ങനെ സ്വന്തം മോളാണെന്ന് ഉറപ്പിക്കും? എനിക്ക് അവളെ നഷ്ടപ്പെടുന്നതിന് മുൻപ് ഞാൻ അവളുടെ കഴുത്തിൽ ഒരു ലോക്കറ്റ് ഇട്ടിരുന്നു. ഭഗവാൻ കൃഷ്ണന്റെ ഒരു ലോക്കറ്റ്. അതേ ഉള്ളൂ എനിക്ക് മകൾക്കും ഇടയിലുള്ള തെളിവായിട്ട്. പക്ഷെ ഞാൻ കണ്ടെത്തും. അവസാന ശ്വാസത്തിൽ ഞാൻ പിടഞ്ഞു വീഴുന്നതിന്റെ തൊട്ടു മുമ്പിലെങ്കിലും എനിക്കെന്റെ മോളെ കാണണം. കരയില്ലേ മേഡം? ഒരമ്മയുടെ കണ്ണീര് ദൈവം കാണാതിരിക്കില്ല. ആ കുഞ്ഞ് മേഡത്തിന്റെ മുൻപിലെത്തും. ആ വിശ്വാസം ഇല്ലെങ്കിൽ എന്നേ ഞാൻ ചത്തുപോയെന്നെ സോണിയ. എനിക്ക് 1000 ഇരട്ടി അവളെ സ്നേഹിച്ച് തീർക്കണം. മോളേന്ന് വിളിച്ച് അവളെ വാരി പുണരണം. അവളുടെ മുഖം നിറച്ച് ഉമ്മ കൊടുക്കണം. എല്ലാം നടക്കുമായിരിക്കുമല്ലേ? മേഡം എന്തൊരു അഭിനയമായിരുന്നു. കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒറ്റയടിക്ക് ഞാനാണ് അവളുടെ അമ്മയെന്ന് പറഞ്ഞ അവള് വിശ്വസിക്കില്ല. ഇപ്പൊ എന്റെ വായിന്ന് കേട്ടതൊക്കെ ഒരു തീക്കനലായി അവളുടെ മനസ്സിൽ കിടക്കും. പതുക്കെ പതുക്കെ അവളുടെ അമ്മ വേഷത്തിൽ അവളുടെ മനസ്സിലേക്ക് ഞാൻ ഇടിച്ചു കയറും. ഇതാണ് മേഡത്തിന്റെ പ്രകടനമെങ്കിൽ ആ കൊച്ചു തലയും കുത്തി വീഴും. എനിക്ക് അവളുടെ വിലപ്പെട്ട ഒരു ഒപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. അവൾ അനുഭവിക്കാനിരിക്കുന്ന ശ്യാമയുടെ സ്വത്ത് മുഴുവൻ എനിക്ക് എഴുതി തന്നു എന്നൊരു ഒപ്പ്. അത് ഞാൻ വാങ്ങിയിരിക്കും സോണിയ. സ്വന്തം അമ്മയല്ല അവളെ അവസാനിപ്പിക്കാനുള്ളവളാ വന്നിരിക്കുന്നതെന്ന് അവൾക്ക് അറിയില്ലല്ലോ. അപ്പോ ഇന്ന് മുതൽ ഞാനാണ് അവളുടെ പെറ്റമ്മ. അവളെ കാത്തിരിക്കുന്ന പെറ്റമ്മ. മനസ്സിലായോ?
ഹലോ പ്രിയങ്ക മുത്തശ്ശി. എത്ര ദിവസമായി നീ ഒന്ന് വിളിച്ചിട്ട്? എന്താ അവിടെ നടക്കുന്നേ? അവളെ എന്താ ഇങ്ങോട്ട് വിടാത്തെ? അത് വരുണന്റെ ഏട്ടന്റെ ചികിത്സയുടെ കാര്യം പറഞ്ഞ് ആ പിശാച് ഇവിടെ തന്നെ കൂടിയിരിക്കുക. എനിക്ക് അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിനക്കവിടെ അവള് വല്ല ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ടോ? ബുദ്ധിമുട്ട് തന്നെയാ. എല്ലാവരുടെ മനസ്സിലും എന്നെക്കാളും വലിയ സ്ഥാനോ. ഭക്തയല്ലേ, അതിന്റെ പ്രസക്തി വേറെയും. കേട്ട് കേട്ടെന്റെ ചെവി പഴുത്തു. വരുണിപ്പ എങ്ങനെയാ നിന്നോട്? അക്കാര്യം പറഞ്ഞ് എനിക്ക് ഭ്രാന്ത് പിടിക്കും. എങ്ങനെയെങ്കിലും ഞാനൊന്ന് ഒഴിവായി പോയാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുവാ വരുൺ. വരുണിന്റെ മനസ്സിൽ വേറെന്തോ പ്ലാനുണ്ട്. എത്ര പെട്ടെന്ന് ഞാൻ ഒഴിവാകുന്നോ അപ്പൊ തന്നെ ആരോ ഒരാള് വരുണിന്റെ ജീവിതത്തിലേക്ക് വരാനുണ്ട്. ഹേയ്, അതൊന്നും നടക്കില്ല മോളെ. മുത്തശ്ശിക്ക് അങ്ങനെയൊക്കെ പറയാം. ഓരോ ദിവസം നേരം വെളുക്കുമ്പോഴും ഞാൻ കണിമംഗലത്തിന്റെ അകത്താണോ പുറത്താണോ എന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ദയനീയമാ സ്ഥിതി. നീ നിരാശപ്പെടണ്ട മോളെ. മുത്തശ്ശി ജീവിച്ചിരിക്കുമ്പോ നീ കണിമംഗലത്ത് നിന്നോ വരുണിന്റെ മനസ്സിൽ നിന്നോ ഇറങ്ങേണ്ടി വരില്ല. വരുണിനെ നിന്റെ വഴിക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയെന്ന് മുത്തശ്ശിക്ക് നല്ല നിശ്ചയമുണ്ട്. മുത്തശ്ശി ഒന്നും മിണ്ടാതിരുന്നേ. ഇന്നാളെ മുത്തശ്ശി നേരിട്ട് കണ്ടതാണല്ലോ രണ്ടാമത് താലി ചേർത്ത വന്നപ്പോ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ. അന്ന് മുത്തശ്ശിയോട് പോലും വരുൺ മോശമായിട്ട് സംസാരിച്ചില്ലേ? ഞാനതങ്ങ് സഹിച്ചു. കാരണം നിനക്ക് വേണ്ടിയല്ലേ. മുത്തശ്ശി ഒരു കാര്യം ചെയ്യാം. മുത്തശ്ശി നാളെ ഒരാളെ കാണാം. തൽക്കാലം അയാൾക്ക് ചെയ്തു തരാവുന്ന പരിഹാരങ്ങളെ നിനക്കിപ്പോ ഉള്ളൂ. മുത്തശ്ശി എടി, ആറ്റുവാശ്ശേരിയിൽ നിന്ന് നിന്നെ കണിമംഗലത്തേക്ക് അയച്ചത് ഞാനാ. അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചതാ, കണിമംഗലത്തൊരു മഹാറാണിയുണ്ടെങ്കിൽ അത് നീ തന്നെയാണ്.